ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പാസ്റ്റർ അനിൽ ബെന്നിസ് നേതൃത്വം കൊടുക്കുന്ന ക്രൈസ്റ്റ് റെവലേഷൻ ചർച്ച് ഇന്നു മുതൽ ആരംഭിക്കുന്ന പ്രത്യേക ആത്മീയ സമ്മേളനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ട്. പാസ്റ്റർ അനിൽ ബെന്നീസുമായിട്ട് എനിക്ക് അടുത്തു പരിചയം ഇല്ല, കണ്ടിട്ടുണ്ടോ എന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം ടെലിഫോണിലൂടെ ബന്ധപ്പെട്ട് തൻ്റെ ഹൃദയത്തിലെ ഘനമേറിയ ദർശനം എന്നോട് പങ്കുവച്ചപ്പോൾ അതിൽ അല്പം സത്യമുണ്ടെന്ന്, അതിലല്പം വെളിച്ചമുണ്ടെന്ന്, ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ബി മോനച്ചൻ തുടങ്ങിയുള്ള ദൈവദാസന്മാർ ഞാനും കൂടെ ഇതിൽ പങ്കെടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും ഈ വിലയേറിയ അഭിഷിക്തന്മാരോട് ചേർന്ന് മരുഭൂമിയിലെ സഭ എന്ന ഈ ദൈവിക വെളിപ്പാടിനോട് ചേർന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവിൽ താൽപ്പര്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഈ പ്രത്യേക ശുശ്രൂഷയിൽ എന്നെയും കൂടെ ക്ഷണിച്ച ബഹുമാന്യനായ ദൈവദാസനോട് നന്ദി പറയുന്നതോടൊപ്പം എന്നേക്കാൾ ശ്രേഷ്ഠന്മാരും വചനനിശ്ചയമുള്ളവരും അനുഭവ പരിചയങ്ങളുള്ളവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരുമായ കർത്തൃദാസന്മാർ വരും ദിവസങ്ങളിൽ ഈ ലൈവിൽ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷിക്കും, ബ്ലസ് ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നു മുതൽ ഓഗസ്റ്റ് 1 വരെ നടക്കുന്ന യോഗങ്ങളിൽ ഇന്ന് മാത്രം എൻ്റെ പ്രത്യേക സൗകര്യാർത്ഥം 7:30 തുടങ്ങുന്നതാണ്. എനിക്കിതിന് ശേഷം മറ്റൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് മറ്റ് ദിവസങ്ങളിൽ നാളെ മുതൽ 8:30 മുതൽ 9:30 വരെയാണ് യോഗമെന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്. അത് ഞാൻ അനിൽ ബെന്നീസ് പാസ്റ്റർക്ക് വേണ്ടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ലീഡർഷിപ്പിൽ ദീർഘവർഷങ്ങളായി പ്രവർത്തിക്കുന്ന പവർ വിഷൻ്റെ ചെയർമാനായ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രിയനും ബഹുമാന്യനുമായ പാസ്റ്റർ KC ജോൺ ഈ യോഗത്തിൽ പ്രസംഗിക്കുന്നു. എൻ്റെ അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളായ ബി മോനച്ചൻ ഈ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡിലെ അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ PC ചെറിയാൻ ഈ യോഗത്തിൽ പ്രസംഗിക്കുന്നു. എൻ്റെ അടുത്ത സ്നേഹിതനായ സാബു വർഗീസ് ഹ്യൂസ്റ്റൺ പരിശുദ്ധാത്മ നിറവിൽ ശുശ്രൂഷിക്കുന്നതിന് മുൻതൂക്കം കൊടുക്കുന്ന ഡോക്ടർ സാബു വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ഷിബു തോമസ് ഒക്ലഹോമ ഇന്ന് ലോകം പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മെസ്സേജിന് വേണ്ടി ആളുകൾ കാതോർത്തിരിക്കുകയാണ്. അലക്സ് ജോർജ് ഷാർജ
ഇപ്പോൾ വളർന്നു വരുന്ന അനുഗ്രഹീതനായ ഒരു യുവ പ്രഭാഷകനാണ്. അദ്ദേഹത്തിന് ഷാർജയിൽ ഒരു ഗ്രോവിംഗ് ചർച്ചുണ്ട്. രാജു മേത്രയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷ അതിശക്തമാണ്. റെജി ശാസ്താംകോട്ടയെ നിങ്ങൾക്കറിയാം. ലോകത്തിലെ പ്രധാനപ്പെട്ട കോൺഫറൻസുകളിലൊക്കെ പ്രസംഗിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ റെജി ശാസ്താംകോട്ട. പ്രിൻസ് റാന്നി ഞങ്ങൾ ഒരുമിച്ചാണ് പവർ വിഷനിലെ വീട്ടിലെ സഭായോഗം ചെയ്യുന്നത്. വളരെ മനസ്സലിവും ദയയും കരുണയും കണ്ണുനീരുമുള്ള ദൈവദാസൻ പ്രിൻസ് റാന്നി. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളായ രാജേഷ് ഏലപ്പാറ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് തുല്യം ഒരു ഗാനം ഈ തലമുറയിൽ അധികമാരും എഴുതിയിട്ടില്ല. പാസ്റ്റർ സജി കുര്യൻ, സജു മാവേലിക്കര എന്നിവരെ ഞാൻ ഈ നോട്ടീസിൽ കണ്ടു എങ്കിലും വലിയ പരിചയമില്ല. എങ്കിലും വളരെ പ്രയോജനമുള്ളവരാണ് ഈ ദൈവദാസന്മാരെല്ലാവരും. ഓഗസ്റ്റ് 1-ാം തീയതി വരെയുള്ള ഈ മീറ്റിങ്ങുകളിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മരുഭൂമിയിലെ സഭ എന്ന ഒരു റെവലേഷൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനിൽ ബെന്നീസിന് ലഭിച്ചു. അദ്ദേഹം അത് സഹപ്രവർത്തകരായ ഞങ്ങളോട് പങ്കുവച്ചു. എല്ലാവരും അതിൽ അണിചേർന്നു. ഇത് ലോകത്തിൽ അനേകർ കാണുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നു. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ യോഗത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായും രാഷ്ട്രങ്ങളുടെ ഉണർവിനായും സഭയുടെ ശുദ്ധീകരണത്തിനായും ശക്തീകരണത്തിനായും ഈ യോഗത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലേക്ക് ആവശ്യമുള്ള വചനം തന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. മരുഭൂമിയിലെ സഭ. ഇതിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദിമസഭ എന്ന വിഷയമാണ്. റിപ്പീറ്റേഷൻ വരാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ മറ്റൊന്നും എടുക്കുന്നില്ല. ഞാൻ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ആദിമസഭയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 7 കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതിൽ 5 കാര്യം ഊന്നി പറയണമെന്നുണ്ട്. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, അല്ല 1-ാം അധ്യായം 12 മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള യെരുശലേമിലേക്ക് ശിഷ്യന്മാർ മടങ്ങി വരുന്നു. മടങ്ങി വന്നിട്ട് മാളിക മുറിയിൽ കയറിപ്പോകുന്നു. മർക്കോസിന്റെ മാളിക മുറി എന്ന് വിശ്വസിക്കാം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരാണല്ലോ ഇന്നർ സർക്കിളിലുള്ളവർ. അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് പോന്നു. ആദിമസഭയെപ്പറ്റി ഒന്നാമത് നിങ്ങളോട് പറയുവാൻ, ഈ തലമുറയോട് പറയുവാൻ
പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്ന പ്രേരണ, ദാറ്റ് വാസ് എ പ്രേയിങ് ചർച്ച്. ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, പ്രേയിങ് ചർച്ച്. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? പദവി മറന്ന് പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? വാഗ്ദത്ത പ്രകാരം പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങണം. പ്രസംഗം മത്സരമായി നമ്മുടെ സഭകൾ അധപ്പതിച്ചു പോയി. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രസംഗ മത്സരം നടത്താറുണ്ട്. ഏകദേശം ആ നിലവാരത്തിലേക്ക് താന്നു പോകുന്നു പല കൺവെൻഷനുകളും. 5 പ്രഭാഷകരുണ്ടെങ്കിൽ അതിലേതാണ് നല്ല പ്രസംഗമെന്ന് തീരുമാനിക്കുന്ന ജഡ്ജസ് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. എന്നാൽ പ്രാർത്ഥനയ്ക്കാവുമ്പോൾ മത്സരമില്ലല്ലോ, പ്രാർത്ഥിക്കാൻ ആളില്ലല്ലോ. പ്രാർത്ഥിക്കണമെങ്കിൽ പോലും മൈക്ക് വേണം എന്ന് ശഠിക്കുന്ന തലമുറയല്ലേ വന്നിരിക്കുന്നത്. പബ്ലിക്കിലല്ലാതെ പ്രാർത്ഥിക്കാൻ ആളില്ലല്ലോ. ഇനി പ്രാർത്ഥനയ്ക്ക് പോലും സീനിയോറിറ്റി ഉണ്ട്. എവിടെയോ 3 പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ സീനിയറായ ആൾ ആദ്യം, അത് കഴിഞ്ഞ് ജൂനിയറായ ആളെ 3ാമതും പറഞ്ഞപ്പോൾ അവർ പിണങ്ങി. എൻ്റെ പേര് 3ാമതായിരുന്നു പറയേണ്ടത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോലും സീനിയോറിറ്റി നോക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുക, അവർ ഒരുമനപ്പെട്ടു പ്രാർത്ഥിച്ചു. അവർ പദവി മറന്നു പ്രാർത്ഥിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് കിട്ടിയ പത്രോസും മറുരൂപ മലയിലെ വെളിപ്പാട് കിട്ടിയ യാക്കോബും യോഹന്നാനും, എന്തിനേറെ യേശുവിൻ്റെ അമ്മ മേരി ഉൾപ്പെടെ, ഞാൻ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു, തറയിൽ മുട്ടുകുത്തി പ്രത്യേകം അലങ്കരിച്ച കസേരയില്ലാതെ, പേരെഴുതിയ ചെയറില്ലാതെ, പ്രോട്ടോകോൾ മറന്ന് പ്രാർത്ഥിച്ചു. എന്ത് പ്രോട്ടോകോൾ! പ്രാർത്ഥനയ്ക്ക് എന്താണ് പ്രോട്ടോകോൾ? പ്രാർത്ഥനയ്ക്ക് എന്താണ് പദവി? സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് തേജസ് ഉരിഞ്ഞു വെച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്ന നമ്മുടെ കർത്താവായ യേശു അല്ലേ നമ്മുടെ മാതൃക? തോർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകി കാണിച്ചു തന്ന കർത്താവല്ലേ നമ്മുടെ മാതൃക? പിന്നെ എന്ത് പ്രോട്ടോകോളാണ്, പിന്നെ എന്ത് പൊസിഷനാണ് നമുക്കുള്ളത്? നമുക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങാം. ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അതേ, അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അവർ പ്രാർത്ഥനയ്ക്കാണ് മുൻതൂക്കം കൊടുത്തത്. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഒരു സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും അവർ പ്രാർത്ഥിക്കുന്നു. പത്രോസ് ഒരു മീറ്റിംഗും യാത്രയും കഴിഞ്ഞ് വന്നപ്പോൾ ഭക്ഷണം ഒരുക്കിയിട്ടില്ല, വൈകി. ലഞ്ച് ടൈം സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ലീഡേഴ്സിന് ദേഷ്യം വരും. പക്ഷെ പത്രോസ് അതൊരു സിഗ്നലായിട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. ഈ കോവിഡ് ഒരു വെൺമാടത്തിലേക്ക് നമ്മെ വിളിക്കുന്നു.
ഈ സീസൺ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള അലാറമാണ്, ആഹ്വാനമാണ്. ദൈവം നമ്മെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ഈ വചനം ഇനി മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ തീരുമാനിച്ചു, പ്രസംഗിക്കാനല്ലേ വിലക്കൊള്ളൂ, പ്രാർത്ഥിക്കാൻ വിലക്കില്ലല്ലോ. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. കെട്ടിടം കുലുങ്ങുന്ന പ്രാർത്ഥനയായിരുന്നു ആദിമസഭയുടെ പ്രാർത്ഥന. ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ദൈവസഭ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്നാൽ കെട്ടിടമല്ല കുലുങ്ങുന്നത്, സാമ്രാജ്യങ്ങൾ കുലുങ്ങും, സിംഹാസനങ്ങൾ കുലുങ്ങും, പാതാള ഗോപുരങ്ങൾ കുലുങ്ങും, വാഴ്ചകൾ, അധികാരങ്ങൾ കുലുങ്ങും. ദൈവസഭയ്ക്ക് ഇന്ന് വരെ ഉണ്ടാകാത്ത വലിയ ചലനം ഉണ്ടാകും. ഇനി ഈ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വന്നു. അപ്പോൾ സംസാരിക്കരുതെന്ന് പറഞ്ഞ കൽപ്പന മറന്നുപോയി. ദൈവവചനം ശക്തിയോടെ പ്രസംഗിച്ചു. നമുക്ക് ഒരായുധമേ ഉള്ളൂ, അത് പ്രയറാണ്. പല ആയുധമില്ല. ആ ഒരായുധത്തിന് പകരം പല ആയുധം തപ്പി നടക്കുക. പ്രാർത്ഥനയ്ക്ക് പകരമല്ല പഠിത്തം, പ്രാർത്ഥനയ്ക്ക് പകരമല്ല ഡിഗ്രി, പ്രാർത്ഥനയ്ക്ക് പകരമല്ല പണം, പ്രാർത്ഥനയ്ക്ക് പകരമല്ല എയർ കണ്ടീഷൻ ഹാള്, പ്രാർത്ഥനയ്ക്ക് പകരമല്ല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പ്രാർത്ഥനയ്ക്ക് പകരമല്ല നല്ല പാട്ടുകാര്. ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. The ancient church was a praying church. Number 2, ആദിമസഭ പവർഫുൾ ചർച്ച് ആയിരുന്നു. പവർഫുൾ, ശക്തി, 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 ശക്തി. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് പറയണം, ദൈവശക്തി, ദൈവശക്തി, അത്യന്ത ശക്തി, ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി, ഇരുട്ടിന്റെ ആധിപത്യത്തെ തകർക്കുന്ന ശക്തി, കാരാഗ്രഹത്തിന്റെ അടിത്തറയെ കുലുക്കുന്ന ദൈവശക്തി. ആദിമസഭ പവർ അറിഞ്ഞ സഭയായിരുന്നു. പവർ, പവർ. എനിക്കിഷ്ടമാണ് പവർ, പവർ എന്ന പാട്ട്. പ്രിയപ്പെട്ടവരെ, prayerless Christian is a powerless Christian. Powerless Christian is a useless Christian. Prayerless Christian is a powerless Christian. Powerless Christian is a useless Christian. അതെ, അവർ ശക്തിയുള്ള സഭയായിരുന്നു, ശക്തിയുള്ള സഭയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാ പറയുന്നൊരു വാക്കുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. മനസ്സിലായോ? ശക്തി കുറയുമെന്ന അതിന്റെ സൂചന. ഈ കാലഘട്ടം കൺവെൻഷനുകൾ ദൈവം ബ്ലോക്ക് ചെയ്തു, ക്രൂസൈഡുകൾ ദൈവം ബ്ലോക്ക് ചെയ്തു, കോൺഫറൻസുകൾ ദൈവം ബ്ലോക്ക് ചെയ്തു, എന്തിനേറെ സഭായോഗം പോലും ബ്ലോക്ക് ചെയ്തു. കാത്തിരിക്ക്, പ്രാർത്ഥിക്ക്, ശക്തി പ്രാപിക്ക്. ദിസ് ഈസ് ദ ടൈം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികൾ ആകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരാതെ ശക്തി വരില്ല. പരിശുദ്ധാത്മാഭിഷേകമില്ലാത്ത സഭ ചത്ത സഭയാണ്. ഉണക്ക വൈക്കോല് മാത്രമേ അങ്ങനെയുള്ള ആടുകൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ആത്മനിറവുള്ള ഒരു ശുശ്രൂഷ സഭയിൽ നടന്നാൽ ജനങ്ങൾക്ക് പച്ച പുല്ല് കിട്ടും, തളിര് തളിര്. ശക്തി. ആദിമസഭ ശക്തിയുള്ള സഭയായിരുന്നു. ജയിലിനെ കുലുക്കുന്ന ശക്തി, ഇരുമ്പ് ചങ്ങലകളെ പൊട്ടിക്കുന്ന ശക്തി, കെട്ടിടത്തെ കുലുക്കുന്ന ശക്തി, അമ്മയുടെ ഗർഭം മുതൽ മുടന്തരായി പിറന്നു വീണവനെ കയ്യിലോട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ശക്തി. അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. അത് കഴിഞ്ഞ് 10:38 വരുമ്പോൾ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗ് ഉണ്ടെങ്കിൽ ഒരു പവർ അനോയിന്റിംഗ് ഉണ്ട്. പവർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് ദണ്ണമുണ്ട്, ദേഷ്യമുണ്ട്. അതൊന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങളുടെ മേൽ ദൈവശക്തി, അളവറ്റ ശക്തി, അത്യന്ത ശക്തി, അവർണ്ണനീയമായ ശക്തി ഇറങ്ങി വരുവാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരും കേട്ടോ. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കൊരു മാറ്റം വരും. നിങ്ങളുടെ മടുപ്പുകൾ മാറും. ആദിമസഭ ശക്തിക്ക് പ്രാധാന്യം കൊടുത്ത സഭയായിരുന്നു. പവർഫുൾ ചർച്ച്, പവർഫുൾ ചർച്ച്. എനിക്ക് അവിടുന്ന് പോകാൻ പറ്റാത്ത വിധം പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അത് അറിയാമോ? നിങ്ങൾ ദൈവശക്തി അനുഭവിച്ചിട്ടുണ്ടോ? ഇൻസുലേഷൻ മാറ്റിയിട്ട് ഇലക്ട്രിക് വയറെ തൊട്ടു നോക്കണം പവർ എന്നാന്നറിയണമെങ്കിൽ. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേലെ ഇറങ്ങി വരുമ്പോ നമുക്കറിയാൻ മേലേ. ശക്തി അനുഭവിക്കണമെന്നേ. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിരുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശക്തി പ്രാപിക്കണം, ശക്തി ധരിക്കണം, ശക്തി പുതുക്കണം. അപ്പോസ്തലപ്രവൃത്തി 1:8, ലൂക്കോസ് 24:52 ഇല്ലെങ്കിൽ 49 മുതൽ വായിക്ക്. ശക്തി പ്രാപിക്കണം, ശക്തി പുതുക്കണം, ശക്തി ധരിക്കണം. ശക്തി പുതുക്കണം എന്നുള്ളത് യെശയ്യാവ് 40:31. ആദിമസഭ ശക്തിയുള്ള സഭയായിരുന്നു. 3, the ancient church, the first century church was a sharing church. Sharing church. ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? അപ്പോസ്തലപ്രവൃത്തി 2:43 എല്ലാവർക്കും ഭയമായി. ഇപ്പോഴും ആ വാക്യം കൊള്ളാം. എല്ലാവർക്കും ഭയമായി. എന്തിനെയാ? കൊറോണയെ. എല്ലാവർക്കും ഭയ. ലോകത്തിലെ വൻ ശക്തികളുണ്ടല്ലോ. ഏതാ ഈ വൻ ശക്തി? ബോംബ് കൂടുതലുള്ളവര്, തോക്ക് കൂടുതലുള്ളവര്. എന്നാ പിന്നെ കൊറോണയൊക്കെ വെടിവെക്കാൻ മേലായിരുന്നു. മനുഷ്യ, നിന്റെ ശക്തി ഇത്രയുള്ളത് നീ അറിഞ്ഞോളാൻ. ബോംബില്ലേ, ബോംബ്. കോടിക്കണക്കിന് ഡോളർ മുടക്കി ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? തോക്ക് ഇറക്കുമതി ചെയ്തിട്ടില്ലേ? ഈ കൊറോണ മുഴുവൻ വെടിവെക്കുന്നേ. മനുഷ്യ, ഇനിയെങ്കിലും മനസ്സിലാക്ക നിന്റെ പവർ ഇത്രയുള്ളെന്ന്. ദൈവത്തിന്റെ പവർ കാണണോ? ഈജിപ്തിൽ പണ്ട് തമ്പുരാൻ ഒരു യുദ്ധം ചെയ്തു. ദൈവം അവനെ
പുച്ഛിക്കുക, കളിയാക്കുക. തോക്കുമില്ല, ബോംബുമില്ല, അമ്പുമില്ല, വില്ലുമില്ല, തവള. കട്ടിലല്ല, തവളയാന്നേ. നീ എന്നാ വെടിവെക്ക്, ഓരോ തവള വെടിവെക്ക്. അത് കഴിഞ്ഞപ്പോ നായീച്ച, പിന്നെ പേന്. വെടിവെച്ചോ, ബോംബിട്ടോ. ഇവിടെ ആരും വൻ ശക്തി അല്ലെന്ന് തെളിയിച്ചു. ദൈവം മാത്രമാണ് മഹൽ ശക്തി എന്ന് തെളിയിച്ച വർഷമാണ് 2020. എങ്കിൽ ഞാൻ ഇച്ചിരി കടത്തി പറയുകയാണ്, ആരാണ് മഹൽ ശക്തി? ദൈവസഭയാണ് മഹൽ ശക്തി. എന്തുകൊണ്ട്? പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ പവർ സ്റ്റേഷൻ. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് ഈസ് ദ പവർ സ്റ്റേഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തിന് മുഴുവനും പവർ കൊടുക്കേണ്ടത് ദൈവസഭയാണ്. നോക്കൂ, എല്ലാവർക്കും ഭയമായി. എന്തിനാ? കൊറോണയല്ല, സഭയെ. എന്തുകൊണ്ട് ഭയം വന്നു? അപ്പോസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടപ്പോൾ. നല്ല പ്രാസോപ്പിച്ച് നല്ല ശുദ്ധമായ ഗ്രീക്കും ഹീബ്രുവും കൂട്ടി കലർത്തിയുള്ള പ്രസംഗം കേട്ടിട്ടല്ല. അല്ല, ക്ഷമിക്കണം. അപ്പോസ്തോലന്മാരുടെ കയ്യാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടപ്പോൾ ഭയമായി. പിന്നെന്താ ഭയത്തിന് കാരണം? വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭയമായി. ഐകമത്യം മഹാബലം. ദൈവസഭയ്ക്കൊരു ഐക്യത ഉണ്ടാകണം. ഭിന്നത മാറണം. അതിർവരമ്പുകൾ ഇടിയണം. ഒരു ബൈബിൾ, ഒരു യേശു, ഒരു പരിശുദ്ധാത്മാവാണ് ഉള്ളതെങ്കിൽ എന്തിന് തമ്മിത്തല്ലണം? സഭ ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭയമായി. യഥാർത്ഥ ഭയത്തിന്റെ കാരണം അടുത്ത വാക്യമാ. സകലവും പൊതുവകയെന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യം ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ടു. എന്റെ പാസ്റ്ററെ, ഇത് നടക്കുമോ? നടക്കും. യഥാർത്ഥ ഉണർവ് വന്നാൽ നടക്കും. കാരണം ഷർട്ടുകൾ പോലും, ഈ കഴിഞ്ഞ ദിവസം ഒരു ആന്റി പറയുക, സാരികൾ ട്രൈവാഷ് ചെയ്ത് വെച്ചത് അവിടെ ഇരുന്ന് പൂത്തുപോവുക. 3 അലമാരി നിറയെ സാരി ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. ഈ ഓരോ ദിവസവും ഉടുത്തോണ്ട് ഇറങ്ങണം. പക്ഷെ മാസ്കും കെട്ടി വീട്ടിലിരുന്നാ മതി ഇപ്പം. അപ്പൊ ആർക്കെങ്കിലും കൊടുത്തേക്കാവുന്നായിട്ടുണ്ട് അലമാരിയിൽ ഇരിക്കുന്ന സാരി മുഴുവനും. ഇത്രേ ഉള്ളൂ ഈ ലോകം, ഇത്രേ ഉള്ളൂ ഈ സൗന്ദര്യം. ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സിനും ഒക്കെ ഇപ്പൊ ഭയങ്കര ഡിമാൻഡല്ലേ. ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞേച്ച് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയേച്ച് മാസ്ക് കെട്ടാനാണ് പിന്നെ പോയിട്ട് എന്താ കാര്യം? ഇതിലൊന്നും ഒരു കഥയുമില്ലെന്ന് ലോകം തെളിയിക്കുന്നു, ദൈവം തെളിയിക്കുന്നു. അപ്പോ ഒന്നും ആർക്കും ഒന്നും വേണ്ട, ആവശ്യമുള്ളത് അനുഭവിച്ചാൽ മതി. ഇന്ന് അവനവന്റെ ആവശ്യത്തിന് എടുക്കുക, കൂട്ടി വെക്കുക, പൂഴ്ത്തി വെക്കുക, ഞാൻ നിന്നേക്കാൾ പണക്കാരനാണെന്ന് കാണിക്കുക. ഈ പരിപാടി ആ സഭയ്ക്കില്ലായിരുന്നു. ഷെയറിംഗ് ചർച്ച്. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഷെയറിംഗ് കണ്ടു. കൊറോണ വന്നപ്പോഴും ഷെയറിംഗ് ഉണ്ട്. കൊറോണ മാറുമ്പോൾ ഷെയറിംഗ് മാറുകയും ചെയ്യും. കുറച്ചുകൂടെ നമ്മളൊന്ന് ഷെയറിംഗ് പഠിക്കണം കേട്ടോ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ആദിമസഭ കൊടുക്കുന്ന സഭയായിരുന്നു. ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് വാസ് എ ഷെയറിംഗ് ചർച്ച്. ആമേൻ. നാലാമത്തെ കാര്യം, ദ ചർച്ച് വാസ് എ ഗ്രോവിംഗ് ചർച്ച്. ഗ്രോവിംഗ്, വളരുന്ന സഭയായിരുന്നു. വളരുന്ന സഭ ചിലർക്ക് ഇഷ്ടമല്ല. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട.
എന്തിനാ നമ്പർ എടുക്കുന്നത് എന്തിനാന്ന് ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പൊ കണക്കുണ്ടല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴോ ശിഷ്യന്മാരുടെ എണ്ണം 5000-ആയി. സ്തോത്രം 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 സ്തോത്രം. അപ്പോ വളരണം അല്ലേ, പെരുകണം. വിശ്വസിക്ക്, നിന്റെ സഭ വളരും. വിശ്വസിക്ക്, നിന്റെ സഭ വളരും. സ്ഥലം പോരാ, ഇരിക്കാൻ സ്ഥലം പോരാ എന്ന് പറയും. ഈ കഷ്ടകാലമൊക്കെ മാറുമെന്നേ. കൂട്ടായ്മ കൂടാൻ പറ്റാത്ത ഈ കാലഘട്ടമൊക്കെ മാറും. ഹോളൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്തോ, വല്ല മെയിൻ്റെനൻസ് വർക്കൊക്കെ ഉണ്ടെ തീർത്തോ, ഇച്ചിരി പൊളിച്ച് വലുതാക്കാൻ പറ്റുമെങ്കിൽ വലുതാക്കിക്കോ. ഞങ്ങളുടെ ചർച്ച് കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് മുമ്പും AD-BC എന്ന് പറയുന്ന പോലെ കൊറോണയ്ക്ക് മുമ്പ് 150 പേർക്ക് ഇരിക്കാവുന്ന ചർച്ചയാണ് ഞങ്ങൾക്ക്. കൊറോണ കഴിയുമ്പോൾ ഞങ്ങളുടെ ചർച്ച് 500 പേർക്ക് ഇരിക്കാവുന്ന ചർച്ച. തീർന്നുകൊണ്ടിരിക്കുക പണി. ദൈവത്താൽ സംഭവിച്ചതാ. ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും വാടകയ്ക്ക് പോകണ്ടേ? പൈസ ദൈവം ആരെ കൊണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നിക്കുക. ദൈവം ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല ദൈവസഭ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇതൊരു ഗ്രോയിങ് ചർച്ചായിരുന്നു. സ്തോത്രം. ഗ്രോയിങ് ചർച്ച്. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് ഞാൻ ചോദിക്കട്ടെ, സഭ വളർച്ചയുടെ പാതയിലാണോ? ഉടനെ നിങ്ങളിൽ വേദശാസ്ത്രികൾ എന്നോട് പറയും, എന്താണ് പാസ്റ്ററെ വളർച്ച? ആൾക്കൂട്ടമാണോ? തിരിച്ച് ഞാൻ ചോദിക്കുന്നു, അല്ല എന്ന് സമ്മതിക്കാം. പിന്നെ എന്താണ്? ആത്മീയ വളർച്ചയാണ് വളർച്ച. ഓക്കെ, അപ്പൊ കസേര മാത്രമേ ഉള്ളെങ്കിൽ ആത്മീയ വളർച്ച കസേരയ്ക്ക് കിട്ടുമോ? ചർച്ചിൽ, സഭയിൽ 1000 പേര് വന്നാലല്ലേ അതിനകത്തുനിന്ന് ഒരു 500 പേരെ ആത്മീയമായി വളർത്താൻ പറ്റുള്ളൂ. യേശുവിൻ്റെ കാലത്ത് പുരുഷാരം ഉണ്ടായിരുന്നു, ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പുരുഷാരം ഇല്ല, ശിഷ്യന്മാരും ഇല്ല. പിന്നെ ആരാ ഉള്ളത്? കമ്മിറ്റിക്കാർ. ക്ഷമിക്കണം. സഭ വളരണം. ഞങ്ങൾ ക്വാണ്ടിറ്റിയിലല്ല വിശ്വസിക്കുന്നത്, ക്വാളിറ്റിയിലാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്ന ബഹുമാന്യരായ ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു, ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ ക്വാണ്ടിറ്റി ഇല്ലാതെ എങ്ങനെ നടക്കും? ഒരു ശക്തനായ വേദശാസ്ത്രി പ്രസംഗിക്കുകയാണ്. ഞാൻ ഈ വിഷയം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഈ സഭയിൽ ഉണ്ടായിരുന്നതിന്റെ പകുതി ആളെ ഇപ്പോഴുള്ളൂ. ഇപ്പോൾ ഇരിക്കുന്നവരും കൂടെ പോയാലും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? യേശുവും സ്ത്രീയും മാത്രം ശേഷിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയാവും. അപ്പോൾ ചോദിക്കാൻ ചോദ്യമുണ്ട്. കർത്താവ് 5 അപ്പം 5000-ന് കൊടുത്തപ്പോൾ 10,000 പേര് കൂടി ഉപദേശം പറഞ്ഞപ്പോൾ പിരിഞ്ഞു പോയില്ലേ? പ്രിയപ്പെട്ടവരെ, വന്നാലല്ലേ ഉപദേശം പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സഭ വളർച്ചയുടെ പാതയിലാണോ? ആത്മാർത്ഥമായി ഒരു വളർച്ച ആഗ്രഹിക്കുന്ന എത്ര പേര് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്? വിശ്വാസികൾ, സുവിശേഷകന്മാർ, പാസ്റ്റേഴ്സ്, പ്രവാചകന്മാർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ വളരുകയല്ല, വരളുകയാണ്. ഞാൻ ഉണരുകയല്ല, മുരടിക്കുകയാണ്. ഞാൻ തഴയ്ക്കുകയല്ല, തളരുകയാണ്, നിരാശപ്പെടുകയാണ്. എന്നെ ഒന്ന് സഹായിക്ക് പ്ലീസ്.
നമുക്കിനി അധികം സമയമില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആയുസിന് അധികം സമയമില്ല. നമ്മുടെ കർത്താവ് വരാൻ ഇനിയും വലിയ താമസമില്ല. നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് അന്ത്യകാലത്തിന്റെ ആരംഭമായിരിക്കാം. അല്ല, അപ്പോസ്തല പ്രവൃത്തി 2 തുടർന്ന് വായിച്ചു വരുമ്പോൾ അന്ത്യകാലം എന്ന് പത്രോസ് പറഞ്ഞെങ്കിൽ ഇത് അന്ത്യകാലത്തിന്റെ അന്ത്യകാലമായിരിക്കും. ഇത് അന്ത്യകാലത്തിന്റെ അന്ത്യകാലമായിരിക്കും. അതുകൊണ്ട് നമുക്ക് വളരണ്ടേ. നമ്മൾ ആകെ 10 പേരുണ്ട്. എല്ലാ ആഴ്ചയും നമുക്ക് കമ്മിറ്റി മീറ്റിംഗ് ആണ്. അനാവശ്യമായ ചർച്ചകളും കമ്മിറ്റികളും നിർത്തിവെക്ക്. സഭ വളരണം. ജനങ്ങൾ കൂട്ടത്തോടെ വരണം. 1000 പേരുടെ ജ്ഞാനം സ്വപ്നം കാണണം. വർഗീയവാദികളല്ല സഭയുടെ ശത്രു. തീവ്രവാദികളല്ല സഭയുടെ ശത്രു. ദൈവസഭയ്ക്കകത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്ന അനാത്മികരാണ് ദൈവസഭയുടെ വളർച്ചയ്ക്ക് തടസ്സം. നമുക്ക് ആത്മാക്കൾ വരണം. നമുക്ക് ആത്മാക്കൾ വന്നേ പറ്റൂ. ആദിമസഭ എണ്ണത്തിൽ പെരുകുകയായിരുന്നു. നാൾക്ക് നാൾ പെരുകുകയായിരുന്നു. നിന്റെ സഭ വളരുന്നില്ലെങ്കിൽ നിന്റെ സഭ തളരുന്നുണ്ട്. നീ മുമ്പോട്ടല്ലെങ്കിൽ പുറകോട്ടാണ്. വളരുന്നില്ലെങ്കിൽ തളരുന്നുണ്ട്. പുതിയ ആത്മാക്കൾ സഭയിൽ വരുന്നുണ്ടെങ്കിൽ ആ സഭയുടെ അന്തരീക്ഷം മാറും. കുഞ്ഞുങ്ങൾ കളിക്കാനും ചിരിക്കാനും ഇല്ലാത്ത വീടെന്നാ വീടാ? മക്കളും കൊച്ചുമക്കളും ഉള്ള വീടെന്തൊരു നല്ല വീടാ. പുതിയ ആത്മാക്കൾ വരുന്ന സഭയാണ് സഭ. സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ജനം എവിടെ പോണം? മനോരോഗാശുപത്രി പോണോ? സഭയിൽ വരണം. സഭ ഡെലിവറൻസ് സെന്റർ ആയിരിക്കണം. സഭ ഹീലിംഗ് സെന്റർ ആയിരിക്കണം. സഭ മിറക്കിൾ സെന്റർ ആയിരിക്കണം. സഭ കംഫർട്ട് സ്റ്റേഷൻ ആയിരിക്കണം. സഭ പവർ സ്റ്റേഷൻ ആയിരിക്കണം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിലിരുന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ചില മിനിറ്റുകൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ചില മിനിറ്റുകൾ. ആദിമസഭ വളരുന്ന സഭയായിരുന്നു. ഒന്ന് പരിശോധിച്ചേ. ഒന്ന് പരിശോധിച്ചേ, സഭ വളരുന്നുണ്ടോ? ഇല്ല എങ്കിൽ കമന്ന് വീണ് പ്രാർത്ഥിക്ക്. എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് റാഹേൽ പ്രാർത്ഥിച്ചു. സ്കോട്ട്ലൻഡിനെ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ എന്ന് ജോൺ നോക്സ് പ്രാർത്ഥിച്ചു. ഇന്ത്യയെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തുന്നു. The ancient church was a growing church. അത് വളരുന്ന സഭയായിരുന്നു. അയ്യോ, വളരണമെങ്കിൽ എന്ത് വേണം? പ്രേയിങ് ചർച്ച് ആണെങ്കിൽ അത് ഗ്രോയിങ് ചർച്ചാവും. പവർഫുൾ ചർച്ച് ആണെങ്കിൽ അത് ഗ്രോയിങ് ചർച്ചാവും. ഷെയറിംഗ് ചർച്ച് ആണെങ്കിൽ അത് ഗ്രോയിങ് ചർച്ചാവും. അപ്പൊ ഗ്രോവിങ് വെറുതെ വരത്തില്ല. വളരണമെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന സഭയാവണം. അത് ആത്മശക്തിയുള്ള സഭയാവണം. അത് പങ്കിടുന്ന സഭയാവണം. ഉച്ചനീചത്വം പാടില്ല. മതവർഗ വർണ്ണ ചിന്തകൾ പാടില്ല. ധനവാൻ, ദരിദ്രൻ, കേമൻ, മിടുക്കൻ, വലിയവൻ, ചെറിയവൻ എന്ന ചിന്ത പാടില്ല. എല്ലാവരും ഒരുപോലെ എന്ന ചിന്തയുണ്ടെങ്കിൽ ആ ചർച്ച വളരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതൊരു വെറും ചെറിയ
മൊബൈലിൽ കൂടി ഞാൻ സംസാരിക്കുന്നെങ്കിലും ആയിരങ്ങളെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്നു. ദൈവസഭയുടെ വളർച്ചയുടെ സീസണാണിത്. ദൈവസഭ ശക്തി പ്രാപിക്കുന്ന സമയമാണിത്. ദൈവസഭ ഉണരുന്ന സമയമാണിത്. മരുഭൂമിയിലെ സഭ. എന്താ ഈ മരുഭൂമിയിലെ സഭ എന്ന് എടുത്തു പറയുന്നേ? ഒരു അനുകൂല സാഹചര്യവും ഇല്ലാത്ത സ്ഥലമാണ് മരുഭൂമി. മരുഭൂമിയിൽ ഗോതമ്പ് കൊയ്യാറില്ല, മരുഭൂമിയിൽ നെല്ല് കൊയ്യാറില്ല, മരുഭൂമിയിൽ മുന്തിരിക്കാപ്പഴം കിട്ടാറില്ല, മരുഭൂമിയിൽ ആപ്പിള് കിട്ടാറില്ല, മരുഭൂമിയിൽ ചക്കപ്പഴവും കിട്ടാറില്ല. മരുഭൂമിയിൽ ചൂടും മണലുമേ ഉള്ളൂ. അതെ, ദൈവസഭയ്ക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഒരു സഭായോഗമോ കർത്തൃമേശയോ കൂടിയിട്ട് നാളുകളായി. പക്ഷേ ഏറ്റവും അധികം സഭ വളരുന്നത് ഈ മരുഭൂമിയിലായിരിക്കും. ജീസസ്, കഷ്ടത സഭയുടെ വളമാണ്. ഈ കഴിഞ്ഞ ഒരു സീസൺ ഇല്ലേ, ഞാനൊക്കെ സൂചനയുടെ വിലയ്ക്ക് ഇറങ്ങിയ ടൈം 1980 മുതലുള്ള കാലഘട്ടം. ആ കാലഘട്ടം നല്ല കാലമായിരുന്നു. ലോകം മുഴുവൻ യോഗം, കേരളം മുഴുവൻ യോഗം, ഇന്ത്യ മുഴുവൻ കൺവെൻഷൻ. എവിടെ പ്രസംഗിച്ചാലും ഒരു കംപ്ലൈന്റും ഇല്ല. സീസൺ മാറി, സീസൺ മാറി. ഇത് കഴിഞ്ഞ കൊല്ലം പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചു, സീസൺ മാറുകയാണ്. പക്ഷേ സഭ വളരും. കഴിഞ്ഞുപോയ ആർഭാടകാലം, കഴിഞ്ഞുപോയ ആഘോഷകാലം, കഴിഞ്ഞുപോയ സമൃദ്ധിയുടെ കാലം, കഴിഞ്ഞുപോയ പ്രോസ്പിരിറ്റിയുടെ സീസൺ, പണം വാരിയെറിഞ്ഞ് കൺവെൻഷൻ നടത്തിയ സീസണിൽ സഭ വളർന്നില്ല. എന്നാൽ മരുഭൂമിയിലാണ് ഇത് വളരുള്ളൂ. ഈന്തപ്പഴം മരുഭൂമിയിലെ വളരുള്ളൂ. ദൈവസഭയ്ക്ക് വളർച്ചയ്ക്ക് പറ്റിയ മണ്ണ് പ്രതികൂലത്തിന്റെ മണ്ണാണ്. താങ്ക് യു ജീസസ്. ദൈവസഭയ്ക്ക് വളർച്ചയ്ക്ക് പറ്റിയ മണ്ണ് മരുഭൂമിയുടെ മണ്ണാണ്. കൊഴുപ്പുള്ള സമ്പന്നന്മാർ വന്ന് ഇടിച്ചു കയറുന്ന, ഭരണാധിപന്മാർ കയറി സഭയെ കൈയാളുന്ന, പണക്കാര് സഭയുടെ മുൻനിരയിൽ വരുന്ന സാഹചര്യം വന്നാൽ സഭ തളരും. പണമുള്ളൊരു സഭ വരുന്നത് നല്ലതാണ്. പണം കൊടുത്ത് നേതൃത്വത്തിൽ വരുന്ന സംവിധാനം വരരുത്. അധ്വാനിച്ചുണ്ടാക്കിയ പണം ദൈവസഭയുടെ ആവശ്യത്തിന് വേണ്ടിയും പാവപ്പെട്ട ദൈവദാസന്മാരുടെ കഷ്ടത്തിൽ എടുത്ത് കൈനീട്ടി കൊടുക്കുന്ന ലീഡേഴ്സിനെ ഞാൻ കൈകൂപ്പുന്നു, സല്യൂട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവസഭയ്ക്ക് വളരാൻ നല്ല മണ്ണ് മരുഭൂമിയാണ്. ഇസ്രായേൽ മക്കൾക്ക് മന്ന നിന്നത് എപ്പോഴാണെന്നറിയാവോ? മരുഭൂമി കഴിഞ്ഞപ്പോൾ. മരുഭൂമി കഴിഞ്ഞപ്പോൾ മന്ന നിന്നുപോയി. ആമേൻ. ഞാൻ 5ാമത്തെ പോയിന്റിലേക്ക് കിടക്കുന്നു. ആദിമസഭ ഗോയിങ് ചർച്ച് ആയിരുന്നു. ഗ്രോവിംഗ് അല്ല, ഗോയിങ്. GOING. The first century church was going church. എന്ന് പറഞ്ഞാൽ എന്താ? പോകുന്ന സഭ. പോകുന്ന സഭ. അപ്പോസ്തല പ്രവൃത്തികൾ 13. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോട് കൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയച്ചു. ഗോയിങ് ചർച്ച്. ഗോസ്പൽ എന്ന വാക്കുണ്ടാകണമെങ്കിൽ ആദ്യം ഗോ വേണം. ഗോ. ബാത്റൂമിൽ നീന്ത് പഠിക്കാൻ ഒക്കുകയില്ല. പോസ്റ്റലായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ഒക്കുകയില്ല. പോസ്റ്റൽ ട്യൂഷൻ വഴി. സുവിശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം ഗോയ. കാലെടുത്ത് വെക്കണം.
ഇത് കമ്പ്യൂട്ടർ റൂമിൽ ഇരുന്നുകൊണ്ട് അഭ്യാസം കാണിക്കുന്നവരാണോ സഭയെ തീരുമാനിക്കുന്നത്? ആര് പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം തീരുമാനിക്കുന്നത് ഇന്റർനെറ്റിൽ മാത്രം അഭ്യാസം പഠിച്ചവരാണോ? ഗോയിങ്, ക്യാൻ യു ഗോ? ഒരു പരസ്യത്തിന് പോലും പോകാതെ, ഒരു സ്നാനക്കുളത്തിൽ പോലും ഇറങ്ങാതെ, ഒരു റൂമിനകത്തിരുന്നുകൊണ്ടാണോ ദൈവസഭയെ നിയന്ത്രിക്കുന്നത്? The first century church was a going church. പോകുന്ന സഭയായിരുന്നു. പോകുന്ന സഭ, പോകുന്ന സഭ. ഈ കൊറോണ സമയത്ത് പോകണ്ട കേട്ടോ, ഇപ്പൊ പോകണ്ട. നമ്മൾ ബോധമുള്ളവരും നിയമം അനുസരിക്കുന്ന പൗരന്മാരുമാ, ടാക്സ് കൊടുക്കുന്നവരാ. ഇപ്പൊ പോകണ്ട, ഇപ്പൊ അടങ്ങിയിരുന്ന് പ്രാർത്ഥിയില്. പക്ഷേ ആദിമ സഭ പോകുന്ന സഭയായിരുന്നു. പക്ഷേ അവര് പോകാൻ ഇച്ചിരി വൈകി. ശക്തി ലഭിച്ചിട്ട് പോണോന്ന് പറഞ്ഞു. 1:8 പോയില്ല. ഉടനെ 8:1 സംഭവിച്ചു. അതെന്തുവാ? പീഡനം ഉണ്ടായി. പീഡനം ഉണ്ടായപ്പോഴോ അവര് പോയി. അപ്പോ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പറയുന്ന ഒരു ഭാഷ ഇങ്ങനെയാണ്: 1:8 അനുസരിച്ചില്ലെങ്കിൽ 8:1 സംഭവിക്കും. കേട്ടോണം. 8:1. സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് ചെതറിപ്പോയി. അടുത്ത വാക്യം കേട്ടോണം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. ശവടക്കൊന്നും വലിയ പെരുന്നാളായിട്ട് നടത്തിയില്ല. ശവടക്കിന് ചീഫ് പാസ്റ്റർ വരാൻ കാത്തിരുന്നില്ല. ഭക്തിയുള്ള പുരുഷന്മാരടക്കിയെന്ന്. വിഷമം തോന്നരുത്. അപ്രധാന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയിരിക്കുക നമ്മൾ. ദൈവം അതെല്ലാം പൊളിച്ചു. ഇപ്പം പൊളിച്ചു. എൻ്റെ ഒരു സുഹൃത്ത്, വളരെ നല്ല മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസ് ഞാൻ ഈ ഫോണിൽ കൂടിയാണ് പങ്കെടുത്തത്. ഒറ്റ പാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ VP ഫിലിപ്പ് മാത്രം. ഒരു 2000 പേര് കൂടേണ്ട കാര്യമാണ്. ഒരു 5-8 മണിക്കൂർ എടുക്കേണ്ട കാര്യമാണ്. എല്ലാവരും പുറവെടുത്ത് വെക്കുമ്പോൾ ചെവി പറയും ഇത്രയും സമയം വേണ്ടായിരുന്നു, ഇത്രയും സമയം വേണ്ടായിരുന്നു എന്ന്. അതെ, കാര്യങ്ങൾ ഇങ്ങനെയും നടത്താം അല്ലേ? കല്യാണം ഇങ്ങനെയും നടത്താം. അപ്രധാന കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തതിനെ കുറിച്ച് നമുക്ക് അനുതപിക്കാം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗല് വീട് തോറും ചെന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചിഴിച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. ചിതറിപ്പോയവർ വചനം സുശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഗോയിങ് ചർച്ച്. പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഓടിച്ചു. ഓടിപ്പോയ വഴി യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പോകുവാൻ ആരുണ്ട്? ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ, ആരോഗ്യമുള്ള സമയത്ത് പോകണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലിന്റെ മുട്ടിന് വേദന തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നടുവിന് വേദന തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ബാഗ് പിടിച്ചോണ്ട് പോകാൻ പറ്റാതെ വണ്ണം കൈക്ക് വേദന തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കാൻ മേലാതെ വണ്ണം കൊളസ്ട്രോളും ഷുഗറും വരും. യൗവനക്കാരെ, പോകുവീൻ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പോകുവീൻ, പോകുവീൻ, പോകുവീൻ. ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ ആയുസിൽ എത്ര കോടി സമ്പാദിച്ചാലും എന്ത് പ്രയോജനം? കേരളത്തിലെ അത്യുന്നത ജോലിയിലിരുന്ന മഹാനായ മനുഷ്യനെയല്ലേ ഇപ്പോൾ ഒരു വല്ലാത്ത കേസിൽ പ്രതിയായിട്ട് പിടിച്ചിരിക്കുന്നേ?
ഇനി ആരെയൊക്കെ പിടിക്കും? ഇതിന്റെ കണക്ക് കൂട്ടുമ്പോ എത്ര കോടികളാണ് ഇതിന്റെ പുറകിൽ. നീ ഇവിടെ എന്ത് ജോലി ചെയ്താലും, എത്ര നെറ്റ് ബാലൻസ് വന്നാലും, ഒരു നെഞ്ചുവേദന വന്നാൽ നിന്റെ പാസ്ബുക്ക് പോലെ എവിടെയാന്ന് പറഞ്ഞു കൊടുക്കാതെ നീ ഇവിടുന്ന് പോകും. അതുകൊണ്ട് പോകുക, സുവിശേഷത്തിനായി പോകുക. ചെറുപ്പക്കാരെ, ഈ പ്രായം കളയരുത്. ഞാൻ എന്റെ 23-ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിൽ നിന്ന് ഈ പുസ്തകം എടുത്ത് ഇറങ്ങിപ്പോന്നതാ. ഇന്ന് 61 വയസ്സായി. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷിക്കാനേ ഉള്ളൂ. ഒന്നും നഷ്ടപ്പെട്ടില്ല. എന്റെ വീട്ടിലെ കുടുംബസ്വത്ത് പോലും ചോദിച്ചില്ല. പോകണം, പോകണം, പോകണം. കുറച്ചു നാളായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ ആളില്ല. ബൈബിൾ സ്കൂളിൽ പോകാൻ ആളില്ല. ബൈബിൾ കോളേജുകൾ പൂട്ടിക്കിടക്കുന്നു. പോകണം. ആരുണ്ട് പോകാൻ? ഞാൻ പോകാമെന്ന് ഇന്ന് രാത്രി പറ. ആദിമസഭ പോകുന്ന സഭയായിരുന്നു. 6-ാമത്തെ കാര്യം, ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് വാസ് സെൻഡിങ് ചർച്ച്. അയക്കുന്ന സഭയായിരുന്നു. കഴിവുള്ളവരെ സഭയ്ക്കകത്ത് പിടിച്ച് കെട്ടിയിട്ട് ഒതുക്കരുത്. മിഷണറിയാകാൻ വിളിയുള്ളവനെ സൺഡേ സ്കൂൾ അധ്യാപകനാക്കി കെട്ടിയിടരുത്. മിഷണറിയാകാൻ വിളിയുള്ളവനെ യുവജനത്തിന്റെ സെക്രട്ടറിയാക്കി തളച്ചിടരുത്. നീ പറഞ്ഞു വിട, നിനക്ക് വേറെ ആളെ ദൈവം തരും. കഴിവുള്ള, പ്രാപ്തിയുള്ള, അഭിഷേകമുള്ള, ആത്മനിറവുള്ള, പ്രാർത്ഥനാ സ്വഭാവമുള്ളവനെ വയലിലേക്ക് പറഞ്ഞുവിട്. വേലസ്ഥലം കാണിച്ചു കൊടുക്ക. ഒന്ന് പറഞ്ഞുവിട്, ഒന്ന് ഉത്സാഹിപ്പിക്കുക. ഒരു പ്രാവശ്യം ഒന്ന് വിട്. പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ മിഷൻ സ്റ്റേഷൻസ് പരിചയപ്പെടുത്തി തരാം. എല്ലാവരും ഈ തിരുവല്ലായിലും ഈ കൊട്ടാരക്കരയും തിരുവനന്തപുരത്തും ഈ കോട്ടയത്തും കിടന്ന് സുവിശേഷ വേല ചെയ്ത് നശിക്കരുത്. ഒന്ന് പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതിൻ പടഹവുമായി ഉണർവോടെ മുന്നോട്ട് പോകുക നാം. ആദിമസഭ പോകുന്ന സഭയായിരുന്നു. ആദിമസഭ അയക്കുന്ന സഭയായിരുന്നു. നോക്കൂ, 3-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 13:3. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഈ കൈവയ്ക്കുന്നതേ കസേര കിട്ടാനല്ല, ഉള്ള കസേരയും കൂടെ ഇട്ടേച്ച് പോകാനാ. കൈവച്ച് ഇരുത്തിന്നല്ല, കൈവച്ച് അയച്ചു. എന്റെ പൊന്നെ, കൈവെപ്പ് എന്തിനാ? കൈവെപ്പ് എങ്ങനെയാ? കൈവെപ്പ് ആർക്കാ? ഈ 3 കാര്യം ഈ വാക്യത്തിലുണ്ട്. വേല ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാ കൈവെപ്പ്. ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാ കൈവെക്കുന്നത്. പുതിയ വേല സ്ഥലത്തേക്ക് അയക്കാനാ കൈവെക്കുന്നത്. ഹല്ലേലൂയ. ആദിമസഭ അയക്കുന്ന സഭയായിരുന്നു. നിങ്ങൾക്ക് വാക്യം അറിയാവല്ലോ, എങ്കിലും ഞാനൊന്ന് വായിച്ചേക്കാം. റോമർ 10. ആ വാക്യം ഇങ്ങനെയാണ്. കർത്താവിന്റെ നാമം 10:13. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വാക്യം 15 ശ്രദ്ധിക്കൂ. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പാസ്റ്ററെ, ഞാൻ റിട്ടയറായി, എനിക്ക് ഡയബറ്റീസ് ആണ്, എനിക്ക് ഇൻസുലിൻ എടുക്കണം,
എനിക്ക് കണ്ണിന് ഇച്ചിരി പ്രയാസമുണ്ട്, എൻ്റെ കാലിൻ്റെ മുട്ടിന് ഇച്ചിരി വേദനയുണ്ട്. ഓക്കെ, ബാങ്കിൽ ഇച്ചിരി പൈസ അടപ്പില്ലേ? ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെഡ് മണി, ഉടമസ്ഥരില്ലാത്ത പണം കെട്ടിക്കിടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, വിശേഷാൽ തിരുവല്ലയിലാണ്. ഇപ്പം ആരുടെയാണെന്ന് മനസ്സിലായോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉടമസ്ഥരില്ലാത്ത കാശ് തിരുവല്ലയിലാണ്, പത്തനംതിട്ടയിലാണ്. ഇന്ത്യ മൊത്തമുള്ള കണക്കും കഴിഞ്ഞ ദിവസം കേട്ടു. നിനക്കൊന്നും മേലെങ്കിൽ ഒരു സുവിശേഷനെ സപ്പോർട്ട് ചെയ്യാവോ? ഒരു സുവിശേഷനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ തുക എത്രയാണെന്നറിയാവോ? 2000 രൂപ. അപ്പം നിങ്ങളുടെ മക്കളെ നിങ്ങൾ എത്ര രൂപ ശമ്പളത്തിനാണ് വിടുന്നത്? കഴിവുള്ള പിള്ളേർ സുവിശേഷ വേലയ്ക്ക് പോകണമെങ്കിൽ ന്യായമായ ശമ്പളം കൊടുക്കണ്ടേ? മാന്യമായ ഡ്രസ്സ് ധരിക്കണ്ടേ? അപ്പം അതെന്താ ഈ സുവിശേഷ വേലയ്ക്ക് സ്പോൺസർ ചെയ്യാൻ പറയുമ്പോൾ മാത്രം അങ്ങനെ പറയുന്നേ? ഇല്ല, ഇപ്പം ആ റേറ്റൊക്കെ മാറ്റി പാസ്സായി, ഇപ്പം 3000 ആക്കി. ഒരു 10,000 രൂപ ഒരാൾക്ക് കൊടുക്കാമെങ്കിൽ അവൻ പിന്നെ വേറൊരാളുടെ പുറകെ കൈനീട്ടി പോകത്തില്ല. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്നാണെന്നറിയോ? പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയുക, അവൻ പലരുടെ അടുക്ക പോവും. ഒന്ന് അയക്കാമോ? ഒരാളെ അയക്കാമോ? അയക്കാമെങ്കിൽ പറഞ്ഞു, കോണ്ടാക്ട് ചെയ്തു തരാം, വിശ്വസ്തരായ ആളുകളെ തരാം, 10 പൈസ വേസ്റ്റ് ആക്കിയില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാം. സെൻഡിങ് ചർച്ച്. 7ാമത്തെ കാര്യം കൂടെ പറയാൻ സമയം അടുത്ത 5 മിനിറ്റ് കൊണ്ട് പറയും. റീച്ചിങ് ചർച്ച്, എത്തിച്ചേരുന്ന സഭയായിരുന്നു. എത്തിച്ചേരുന്ന സഭയായിരുന്നു. ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എവിടെയല്ല എത്തി സുവിശേഷം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളൊന്ന് ഫിലിപ്പിയ ലേഖനം ഒന്ന് മറിച്ചേ, അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്കൊന്ന് വന്നേ. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 21, 22 ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവീൻ. എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാരെല്ലാവരും വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇതെന്തൊരു വാക്യമാണിത്! കൈസരുടെ അരമനയിലുള്ളവര് ഫിലിപ്പിയയിലെ വിശ്വാസികൾക്ക് വന്ദനം ചെയ്യണമെങ്കിൽ കൊട്ടാരത്തിൽ സഭയുണ്ടായോ? ഉണ്ടായി എന്നല്ലേ തോന്നുന്നേ. ക്രിസ്തുയേശുവിലുള്ളവരായ എല്ലാ ദൈവജനങ്ങൾക്കും വന്ദനം പറയുക. എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം പറയുന്നു. എല്ലാ ദൈവജനങ്ങളും വിശേഷാൽ കൈസറിന്റെ കൊട്ടാരത്തിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ലളിത തർജിമ. കൈസറുടെ കൊട്ടാരത്തിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ഇനി നിങ്ങൾ ഇംഗ്ലീഷിലും എടുത്ത് നോക്കിയോ, ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ എവിടം വരെ എത്തി? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എവിടം വരെ എത്തി? യേശു കർത്താവ്, ഞാൻ യാത്ര ചെയ്ത് എത്ര യാത്ര ചെയ്തിട്ടില്ല, നിങ്ങൾ യാത്ര ചെയ്ത് എത്ര യാത്ര ചെയ്തിട്ടില്ല. ആ ഒരു കൊച്ചു സ്ഥലത്ത് മാത്രമേ നിന്നുള്ളൂ. പക്ഷേ ആ ഒരൊറ്റ കാലഘട്ടം കൊണ്ട് അവിടെ ആരംഭിച്ച സംഭവം റോമ കൈസറുടെ കൊട്ടാരത്തിനകത്ത് സഭ തുടങ്ങിയെന്ന്. സീസറുടെ കൊട്ടാരത്തിനകത്ത് ഒരു ഹോം ചർച്ച് ഡെവലപ്പായി. എന്തായി പറയുന്ന? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എത്തിച്ചേരുന്ന സഭ. കൊലോസ് ലേഖനം വായിക്കുമ്പോൾ രസകരമായൊരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, 1:6, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തിച്ചേരുന്ന സഭ. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തുന്ന സഭ.
നിങ്ങളുടെ കൊച്ചു സഭ എവിടം വരെ എത്തി? എവിടം വരെ എത്തി? എവിടം വരെ എത്തി? ഞാൻ എറണാകുളം ജില്ലയിൽ പിറവം എന്ന സ്ഥലത്ത് ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്നു. എനിക്ക് മുൻപ് അനുഗ്രഹീതനായ അഭിഷിക്തൻ പാസ്റ്റർ സണ്ണി കുര്യന്റെ കഠിനാധ്വാനത്താലാണ് ഈ സഭ സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം ഇവിടെ 2 ശുശ്രൂഷകന്മാരിരുന്നു. അതിനുശേഷം എളിയവർ വന്ന് ചാർജ് എടുത്തു. ഞാൻ വരുമ്പോൾ 55 പേര് ഇവിടെയുണ്ട്. ഇന്ന് 180 പേര് ഇവിടെയുണ്ട്. ആ സഭയുടെ ബ്രാഞ്ചായിട്ട് 4 സഭകൾ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇനിയും തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ എവിടം വരെ എത്തി? നിങ്ങളുള്ള ചർച്ച് പൊളിച്ച് എയർ കണ്ടീഷൻ ആക്കി അല്ലേ? ദയവ് ചെയ്ത് അനാവശ്യമായി പണം കളയരുത്. സൗണ്ട് പ്രൂഫ് ആക്കേണ്ട സ്ഥലമാണെങ്കിൽ സൗണ്ട് പ്രൂഫ് ആക്കിക്കൂ. അനാവശ്യമായി പണം കളയരുത്. ബീഹാറിൽ ഒരു ഹോള് പണിയണമെങ്കിൽ 1 ലക്ഷം രൂപ മതി. ബീഹാറിൽ ഒരു ഹോള് പണിയണമെങ്കിൽ 1 ലക്ഷം രൂപ മതി. ഒരു കൺവെൻഷൻ നടത്തണമെങ്കിൽ 25,000 രൂപ മതി. ഒന്ന് പോണേ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രേയിങ് ചർച്ച്, പവർഫുൾ ചർച്ച്, ഷെയറിംഗ് ചർച്ച്, ഗ്രോവിംഗ് ചർച്ച്, ഗോയിങ് ചർച്ച്, സെൻഡിങ് ചർച്ച്, റീച്ചിങ് ചർച്ച്. എൻ്റെ സഹശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ തോമസ് ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. നാളെ 8:30 മണിക്ക് നിശ്ചയമായും നിങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കണം. എന്നേക്കാൾ വളരെയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാർ നിങ്ങളോട് സംസാരിക്കുന്നു. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൂട്ടായ്മ ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ലോക്ക്ഡൗണിലും ഭയത്തിലും ഭീതിയിലും കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും ഞങ്ങളെ തിരുത്തുന്ന, ഞങ്ങളുടെ ഉൾക്കാഴ്ച തരുന്ന, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുന്ന ദൈവ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മീറ്റിംഗ് ഓൺലൈനിലൂടെ ആരൊക്കെ ശ്രവിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ഈ സത്യ നിർമ്മല സുവിശേഷം എവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ, അവിടെയെല്ലാം വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കർത്താവെ അവിടുന്ന് ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദിമ സഭയുടെ ഗുണനിലവാരങ്ങളെക്കുറിച്ച് കർത്താവെ നിന്റെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന സഭ കർത്താവെ, പ്രാർത്ഥനയിൽ കുറവ് വന്നു പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സഭയാക്കി ഞങ്ങളെ തീർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അറിയുന്ന സഭയായിരുന്നു ആദിമസഭയെന്ന് നിന്റെ ദാസൻ ഞങ്ങളുടെ മധ്യത്തിൽ തെളിയിച്ചു തന്നല്ലോ. കർത്താവേ, ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അറിയുന്നവരായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആർക്കും വിരോധിക്കാൻ കഴിയാത്ത, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, ആർക്കും വിരൽ ചൂണ്ടാൻ കഴിയാത്ത ഒരാത്മശക്തിയുടെ അത്ഭുതകരമായ പ്രവാഹത്തിലേക്ക് ദൈവത്തിന്റെ സഭയെ ഈ കാലഘട്ടത്തിൽ ദൈവമേ നീ നയിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ആദിമ സഭ ഷെയറിംഗ് സഭയായിരുന്നു എന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. അതേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. കർത്താവെ, ഞങ്ങൾക്കുള്ളതിനെ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ പങ്കിടുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇന്ന് രാത്രി കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആദിമസഭ വളരുന്ന സഭയാണെന്ന് ഞങ്ങൾ കർത്താവെ കേട്ടല്ലോ. ഞങ്ങൾ എണ്ണത്തിലും ആത്മീയതയിലും വളരുന്ന സഭയായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആദിമസഭ സുവിശേഷത്തിന് വേണ്ടി പോകുന്ന സഭയായിരുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അയക്കുന്ന സഭയായിരുന്നു,
കർത്താവേ ഹല്ലേലൂയ എത്തിച്ചേരുന്ന സഭയായിരുന്നു എന്ന് നിന്റെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, ഇന്ന് രാത്രി ആ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ ആലാവോളം സുവിശേഷം എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ, കർത്താവെ അനേകർ വിടുവിക്കപ്പെടുവാൻ, കർത്താവെ സഭ വളർച്ച പ്രാപിക്കുവാൻ, കർത്താവിന്റെ മടങ്ങി വരവിൽ നിത്യതയിൽ കർത്താവെ ഹല്ലേലൂയ ഒരു വലിയ ആത്മാക്കളുടെ കൊയ്ത്ത് കർത്താവെ ഈ കാലഘട്ടത്തിൽ ചെയ്തെടുപ്പാൻ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവകൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കപ്പെട്ട ഈ പ്രാർത്ഥന കൂട്ടായ്മ ഹല്ലേലൂയ ആഗസ്റ്റ് മാസം 1-ാം തീയതി തുടരുന്നല്ലോ. കർത്താവെ, അനുഗ്രഹീതരായ ദൈവദാസന്മാർ ഇവിടെ ശുശ്രൂഷിക്കുന്നല്ലോ. ഇതിലൂടെ വലിയ മാറ്റം കർത്താവ് സഭയ്ക്കുണ്ടാകുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവെ ഹല്ലേലൂയ അനിൽ ബെന്നിൽ പാസ്റ്ററായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തന്റെ സഭയ്ക്കായി തന്നോട് കൂടെ പ്രാർത്ഥന നേരരായിരിക്കുന്ന ദൈവ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം കർത്താവ് ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവെ, ഈ ദൈവ സന്ദേശം കേട്ട എല്ലാ കുടുംബത്തിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിച്ചെന്ന് അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ അവിടുന്ന് പകർന്ന് ദൈവജനത്തെ ശക്തിയോടെ കർത്താവിന്റെ മടങ്ങി വരവിൽ കർത്താവ് നിർത്തുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യാതൊരു പ്രോബ്ലങ്ങളോ മറ്റ് യാതൊരു പ്രശ്നങ്ങളോ കൂടാതെ ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. നാളെയും കർത്താവിന്റെ വരവ് സംബന്ധിച്ചാൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നല്ലോ. കർത്താവെ ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ നിന്റെ ദാസന്മാരെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, വചനം കേൾക്കുവാൻ നിന്റെ ഹല്ലേലൂയ മക്കളെ കൂട്ടി വരുത്തുമാറാകണമേ. ഞങ്ങളെ അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും അനുദിനം നമ്മളെ ആശ്വസിപ്പിച്ച് വിശുദ്ധി സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും വിശേഷാൽ ഹല്ലേലൂയ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവുരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രിയിലും നമുക്ക് ജയം നൽകുന്ന നല്ല കർത്താവിന് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.